അങ്ങനെ 4-5 മാസത്തെ ഒമാൻ ജീവിതം കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ഓൾമോസ്റ്റ് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് 2 മാസമായി. നല്ല മെസ്സി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ താമസിച്ച ഫ്ലാറ്റിനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളൊരു 8 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. എയർപോർട്ടിൽ വന്ന് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ വർത്താനം പറഞ്ഞ് കുറച്ചു നേരം അങ്ങനെ നിന്നു. അപ്പൊ ഗൈസ് ഇപ്പൊ സമയം 10 മണി ആയതേ ഉള്ളൂ. നമുക്ക് 2:40 AM ഫ്ലൈറ്റ്. സമയം ഇങ്ങനെ നീണ്ടു കിടക്കാണ്. ചെക്ക് ഇൻ ചെയ്ത് ഇമിഗ്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഉള്ളിലേക്ക് കയറി. പിന്നെ അവിടെയുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി. ആളവിടെ കുപ്പിയുടെ റേറ്റ് നോക്കുകയാണ്. സമയം ഒരുപാടുള്ളത് കൊണ്ട് ഞങ്ങൾ ഷോപ്പുകളിലൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കുവാണ്. പ്രത്യേകിച്ച് കാര്യമായിട്ട് വാങ്ങിച്ചൊന്നുമില്ല. എങ്ങനെയെങ്കിലും ബോറടിക്കാതെ സമയം പോകണമല്ലോ. ഒട്ടകത്തിനെ കണ്ടപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എങ്ങനെ എടുത്തു. കഴിക്കാനും കുടിക്കാനൊന്നും സമയം കിട്ടാത്തത് കൊണ്ട് നല്ല പരവേശം എടുത്തപ്പോൾ ഒരു ചായ വാങ്ങി. 500 രൂപ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീ ബാഗ് ഇട്ട് തരുന്നതിന്. അതും ഷുഗർ തന്നെ നമ്മൾ തന്നെ എടുത്ത് കൊണ്ടുവന്ന് ഇട്ട് കലക്കി വേണേ കുടിച്ചോണം. അതിന് 500 രൂപ. ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും പോട്ടേന്ന് വെച്ച്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ഫ്ലൈറ്റിനുള്ള സമയമായിട്ടുണ്ട്. ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് ആണ്. അങ്ങനെ ഫ്ലൈറ്റിനുള്ളിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നു. വീട്ടിലെത്താനുള്ള എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ട്. എന്നാലും നൈറ്റ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള വിഷമവും ഉണ്ട് കൂടെ. നൈറ്റ് ആണെങ്കിലും മസ്കറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വിശന്നപ്പോൾ കൈ കരുതിന്ന് ഓരോന്നോരോന്നായി കഴിക്കാൻ തുടങ്ങി. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മേഘങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അതിങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്യാറായതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്ത് കാണുന്നത്. നമ്മുടെ നാടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. രാവിലെ ഒരു 7 മണിയായപ്പോൾ നമ്മൾ അങ്ങനെ ലാൻഡ് ചെയ്ത് സേഫ് ആയിട്ട് നമ്മൾ വീട്ടിലെത്തി.